ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഫിംഗർ പ്രിൻറ്റ് സെർച്ചറിൻ്റെ എക്സാം ഡേറ്റ് വന്നിരുന്നു. എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് 18/12/2025 ആണ്. അപ്പോൾ നമുക്ക് പുതിയൊരു സിലബസും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്തു വന്ന സിലബസും അതേപോലെ ഇപ്പോൾ വന്ന സിലബസും തമ്മിൽ അത്യാവശ്യം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പഠിച്ച ടോപ്പിക്കുകളൊക്കെ പുതിയ സിലബസിലും ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ നമ്മൾ പഠിക്കാത്ത കുറച്ച് ടോപ്പിക്കുകളും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതേപോലെ പഴയ സിലബസിൽ നിന്ന് ചില ടോപ്പിക്കുകൾ എടുത്ത് മാറ്റിയിട്ടുമുണ്ട്. അപ്പം ഇനിയുള്ള ചുരുങ്ങിയ സമയത്തിൽ നിങ്ങൾക്ക് ഇത് കവർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുമെന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. കാരണം പുതിയതായിട്ട് വന്ന സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ തന്നെ നമ്മൾ +2 പഠിച്ച ഫിസിക്സും കെമിസ്ട്രിയിലൊക്കെ അധികം ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് +2 ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ കാര്യത്തിൽ. കൂടാതെ കെമിസ്ട്രിയുടെ കാര്യം പറയുവാണെങ്കിൽ ഫിസിക്കൽ, ഓർഗാനിക്, ഇനോർഗാനിക് അങ്ങനെ 3 പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് പാർട്ടിൽ നിന്നുള്ള ടോപ്പിക്കുകൾ നമ്മുടെ ഈ പുതിയ സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ കെമിസ്ട്രിയുടെ കാര്യത്തിൽ നമ്മൾ ഡിഗ്രി ഫൈനൽ ഇയർ അതായത് 6, 7 വരെ പഠിക്കുന്ന കെമിസ്ട്രിയുടെ ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് ഈ മൊഡ്യൂളിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് പൊടിതട്ടി എടുത്താൽ മതിയാവും നമ്മുടെ ടോപ്പിക്കുകളൊക്കെ. അപ്പോൾ നിങ്ങൾ കൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത് എളുപ്പമാവും. അപ്പോൾ ഫിസിക്സുകാരെ സംബന്ധിച്ചായാലും ഫിസിക്സുകാർ 4th സെം വരെ പഠിക്കുന്ന ടോപ്പിക്കുകളൊക്കെയും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് കെമിസ്ട്രിയിൽ നിന്ന്. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ഈക്വൽ ആയിട്ട് തന്നെയാണ് ടോപ്പിക്കുകൾ വന്നിരിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എഫേർട്ട് ഇട്ട് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ നമ്മുടെ ഈ എക്സാം എന്ന് പറയുന്നത്. നമ്മൾ പഴയ സിലബസിൽ നമ്മൾ എക്സ്ട്രാ ടോപ്പിക്കുകൾ പഠിച്ചിട്ടുണ്ടെന്ന് കരുതിയിട്ട് നമുക്കത് വേസ്റ്റ് ആയി പോകുന്നില്ല. കാരണം നമുക്ക് ഇനിയും എക്സാംസ് ഉണ്ട്. അപ്പം മാത്രമല്ല സിലബസിൽ നിന്നേ ക്വസ്റ്റ്യൻസ് വരുമെന്ന് നമുക്ക് പറയാനും പറ്റില്ല. ആപ്ലിക്കേഷൻ ലെവലൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ അവിടെ പഠിച്ചത് നമുക്ക് ഉപകാരപ്പെട്ടേക്കാം. കൂടാതെ തന്നെ ഇപ്പോൾ HSK ഒക്കെ പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ സിലബസ് വളരെ എളുപ്പമായിരിക്കും. കാരണം ആ ഒരു സിലബസുമായിട്ടൊക്കെ ഏകദേശം മാച്ചാണ് ഈ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ പുതിയ സിലബസ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനെ ഒട്ടും അഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ളത് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് കൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആക്കി പോകാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പിക്കുകളെ വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് നല്ല രീതിയിലൊരു കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിലബസ് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എക്സാം ഹോളിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ 75 ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ഫോക്കസ് ബാച്ച് നമ്മളിപ്പോൾ റണ്ണിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാച്ചിലോട്ട് നമ്മുടെ ഈ പുതിയ സിലബസ് കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങൾക്ക് അതിൻ്റെ മോക്ക് ടെസ്റ്റുകളും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ഒക്കെ തന്ന് നിങ്ങളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കാനുള്ള എല്ലാ കണ്ടന്റും നമ്മുടെ ബാച്ചിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.